ഇനി നമുക്കുള്ളത് അഡിറ്റിവിറ്റിയാണ്. നമുക്ക് സാധാരണ ഇൻ്റഗ്രേഷൻ ആണ് എങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പം ഇൻ്റഗ്രൽ 1 to 4 എക്സ് സ്ക്വയർ ഡി എക്സിനെ നമുക്ക് വേണമെങ്കിൽ ഇൻ്റഗ്രൽ 1 to 2 എക്സ് സ്ക്വയർ ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 2 to 4 എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അത് അഡിറ്റിവിറ്റി പ്രോപ്പർട്ടിയാണ്. അതേപോലെ തന്നെ കേർവിൽ കൂടെയുള്ള ഇൻ്റഗ്രേഷനെ നമുക്ക് സി എന്ന് പറയുന്ന കേർവ് പല കേർവുകൾ ജോയിൻ ചെയ്യുന്നതെന്ന് വിചാരിക്കും. ഇപ്പോൾ 3 കേർവുകൾ ജോയിൻ ചെയ്യുന്നതാണ് നമ്മുടെ കേർവ് സി. അതായത് ഇപ്പം നമ്മുടെ ഒരു കേർവ് സിയെ നമുക്ക് ആദ്യം ഇങ്ങനെ പോയി, പിന്നെ ആ കേർവ് ഇങ്ങനെ പോയി, അത് കഴിഞ്ഞിട്ട് അത് ഇങ്ങനെ പോകുന്നൊരു കേർവാണ്. അപ്പം ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള കേർവിനെ നമ്മൾ C1 എന്നും, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള കേർവിനെ നമ്മൾ C2 എന്നും, ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്ന ആ കേർവിനെ ഇവിടം വരെയുള്ളതിനെ നമ്മൾ C3 എന്നും വിളിക്കുക. അപ്പം നമുക്ക് സി എന്നുള്ളത് C1 യൂണിയൻ C2 യൂണിയൻ C3 ഈ 3 കേർവിൽ കൂടെയുള്ള ഇൻ്റഗ്രേഷനാണ്. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ഡി എസ് ആണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് സപ്പോസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഇൻ്റഗ്രേറ്റ് ചെയ്യും, 3 സ്പ്ലിറ്റ് ചെയ്യും. എന്നിട്ട് ഇവിടം തൊട്ടുള്ള ഇവിടം വരെയുള്ള ഇൻ്റഗ്രൽ, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഇൻ്റഗ്രൽ, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഇൻ്റഗ്രൽ, ഈ 3 ഇൻ്റഗ്രലും കണ്ടുപിടിച്ചിട്ട് നമ്മളത് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രൽ ഓവർ C1 എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ഡി എസ് പ്ലസ് ഇൻ്റഗ്രൽ ഓവർ C2 എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ഡി എസ് പ്ലസ് ഇൻ്റഗ്രൽ ഓവർ C3 എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ഡി എസ് എന്ന് വരും. അപ്പോൾ ഇത് 3 കൂടെ വരുന്നതാണ്. 3 കൂടെ ആഡ് ചെയ്യുമ്പം നമുക്ക് ഇൻ്റഗ്രൽ ഓവർ സി കിട്ടും. അതാണ് ഇവിടെ പ്രോപ്പർട്ടി ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. സി എന്ന് പറയുന്ന പല കർവ്, ഇവിടെ ഫൈനൈറ്റ് നമ്പർ ഓഫ് കർവ് C1 C2 C3 CN എടുക്കുവാണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡി എസ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഓവർ C1 എഫ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ ഓവർ C2 എഫ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ ഓവർ C3 എഫ് ഡി എക്സ് എക്സെട്ര ഇൻ്റഗ്രൽ ഓവർ CN എഫ് ഡി എസ് എന്ന് പറയും. അപ്പോൾ നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലമാണ് അടുത്തത് വരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഫിഗർ ഷോസ് സൈഡിൽ ഫിഗർ വരച്ചാൽ മതി. ആദ്യം ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ പോയിൻ്റ് 1 1 0 എന്നുള്ള പോയിൻ്റ്, അവിടെ നിന്ന് നേരെ മുകളിലോട്ട് ഇങ്ങനെ, ഇതിനെ C1 ആയിട്ടാണ്, ഇത് C2, ഇവിടെ തൊട്ട് ഇങ്ങോട്ടുള്ളത് C2, ആ പോയിൻ്റ് 1 1 1. Figure shows another path from the origin, ഇത് ഒറിജിനാണ്, from the origin to 1 1 1. ആക്ച്വലി ഇത് 0 0 0 നിന്ന് 1 1 കേർവ് അല്ലേ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയി, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയി, അപ്പോൾ 0 0 നിന്ന് 1 1 1 കേർവാണ്. The figure shows a path from the origin to 1 1 1 comma figure shows a path from the origin to 1 1 1 comma the union of line segments C1 and C2, the union of line segments C1 and C2, the union of line segments C1 and C2. Figure shows a path from the origin to 1 1 1 comma the union of line segments C1 and C2. Integrate f of xyz equal to integrate f of xyz equal to x minus 3y square plus z, x minus 3y square plus z over C1 union C2 over C1 union C2. Integrate f of xyz equal to x minus 3y square plus z over C1 union C2. Figure shows a path from the origin to 1 1 1. The union of line segments C1 and C2. Integrate
എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ഈക്വൽ ടു എക്സ് മൈനസ് 3y² പ്ലസ് ഇസഡ് ഓവർ C1 യൂണിയൻ C2. അപ്പം ഇൻ്റഗ്രൽ ഓവർ ദ കർവ് സി ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് എന്താണ്? ഇൻ്റഗ്രൽ ഓവർ C1 പ്ലസ് ഇൻ്റഗ്രൽ ഓവർ C2 ആണ്. അപ്പോൾ ആദ്യം നമുക്ക് ഫോർമുല എഴുതാം. ഇൻ്റഗ്രൽ ഓവർ C1 യൂണിയൻ C2 എഫ് ഡി എസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ C1 എഫ് ഡി എസ് പ്ലസ് ഇൻ്റഗ്രൽ ഓവർ C2 എഫ് ഡി എസ്. ഇൻ്റഗ്രൽ ഓവർ C1 എഫ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ ഓവർ C2 എഫ് ഡി എക്സ്. ഇനി നമുക്ക് C1 എന്താണ് C2 എന്താണെന്ന് നോക്കണം അല്ലേ? ഇപ്പോൾ ഫിഗർ ഉണ്ടെങ്കിൽ നമുക്ക് C1 ഉം C2 ഉം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. C1 ഈസ് ദ ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് joining 0, 0, 0 to 1, 1, 1. C1 is the line segment joining 0, 0, 0 to 1, 1, 1. C1 is the line segment joining 0, 0, 0 to 1, 1, 1. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ കാണുവാണെങ്കിൽ നമുക്ക് എക്സ് മൈനസ് 0 ബൈ 1 മൈനസ് 0 വൈ മൈനസ് 1 ബൈ 1 മൈനസ് 0 ഇസഡ് മൈനസ് 0 ബൈ 0 മൈനസ് 0 1, 1, 0 ആയിരുന്നേ, ഇത് 0. C1 എന്ന് പറയുന്നത് 0, 0, 0 to 1, 1, 0 ഈസ് ഈക്വൽ ടു ടി എന്ന് കൊടുത്താൽ എക്സ് ഈക്വൽ ടു ടി, വൈ ഈക്വൽ ടു ടി, ഇസഡ് ഇസ് ഈക്വൽ ടു 0. എക്സ് ഈക്വൽ ടു ടി, വൈ ഈക്വൽ ടു ടി, ഇസഡ് ഇസ് ഈക്വൽ ടു ടി. അപ്പം ഓൺ C1 R1 ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ R1 ബാർ ഓഫ് ടി എന്ന് പറയുന്നത് TI പ്ലസ് TJ പ്ലസ് 0K അല്ലേ വരുന്നത്. എക്സ് ഈക്വൽ ടു ടി നമ്മൾ 0, 0, 0യും 1, 1, 0യും കൂടെ ജോയിൻ ചെയ്യുന്ന ലൈൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇത് നമുക്ക് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ സിമ്പിൾ പോയിന്റുകളായതുകൊണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാവും. എക്സ് 0 തൊട്ട് 1 വരെ വേരി ചെയ്യുന്നു, വൈയും 0 തൊട്ട് 1 വരെ വേരി ചെയ്യുന്നു. അപ്പോൾ എക്സും വൈയും ഒരുപോലെ വേരി ചെയ്യുന്നത്. ഇസഡ് ഇവിടെ 0 എന്നുള്ള കോൺസ്റ്റൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എക്സ് ഈക്വൽ ടു ടി, വൈ ഈക്വൽ ടു ടി, ടി വേരീസ് ഫ്രം 0 to 1 എന്ന് പറയാമല്ലോ. ഇനി നമുക്ക് V1 ബാർ ഓഫ് ടി വേണം. V1 ബാർ ഓഫ് ടി എന്ന് പറയുന്നത് I പ്ലസ് ജെ വരും. മോഡുലസ് ഓഫ് V1 ബാർ ഓഫ് ടി എന്ന് പറയുന്ന സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് 1 ഈക്വൽ ടു 2, സ്ക്വയർ റൂട്ട് ഓഫ് 2 വരും. സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് 1 ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2. അപ്പം നമുക്ക് മോഡുലസ് ഓഫ് V1 ബാർ ഓഫ് ടിയും കിട്ടി, R1 ബാർ ഓഫ് ടിയും കിട്ടി. ഇൻ്റഗ്രൽ ഓവർ C1 ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇൻ്റഗ്രൽ ഓവർ മറ്റേതിന് നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് എടുക്കുക. ഇൻ്റഗ്രൽ ഓവർ C1 യൂണിയൻ C2 എഫ് ഡി എസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ C1 പ്ലസ് ഇൻ്റഗ്രൽ ഓവർ C2. അത് നമ്മൾ ഇക്വേഷൻ 1 ആയിട്ട് എടുക്കാം. ഇനി ഇക്വേഷൻ 2 ആയിട്ട് നമ്മൾ എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ഡി എസ് എടുക്കുവാണെങ്കിൽ അത് ഇൻ്റഗ്രൽ 0 to 1 ടി വേരീസ് ഫ്രം 0 to 1 നമ്മൾ കണ്ടായിരുന്നു. ഫസ്റ്റ് പ്രോബ്ലത്തിൽ നമ്മൾ കണ്ടതാണ് എങ്ങനെയാണ് ഒരു കർവിൽ കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പം എഫ് ഓഫ് എക്സ് വൈ ഇസഡിന് പകരം നമുക്കത് എന്തായിട്ട് മാറണം? എഫ് ഓഫ് എക്സ് ടി വൈ ടി ഇസഡ് 0, എഫ് ഓഫ് ടി ടി 0 മോഡുലസ് ഓഫ് V1 ബാർ ഓഫ് ടി ഇൻറ്റു ഡി ടി. ഇതല്ലേ ഫോർമുല വരുന്നത്. ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് വൈ സെഡ് ഡി എസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറായിട്ട് നമ്മൾ കണ്ടതാണ് ലാസ്റ്റ് വീഡിയോയ്ക്കകത്ത്. എഫ് ഓഫ് എക്സ് വൈ സെഡ് ഡി എസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആദ്യം നമ്മൾ കേർവിൻ്റെ ഒരു പാരാമെട്രിക് ഇക്വേഷൻ, ഇപ്പോൾ നമ്മളിവിടെ കേർവിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ എക്സ് ഈക്വൽ ടു ടി, വൈ ഈക്വൽ ടു ടി, ഇസഡ് ഈക്വൽ ടു 0, ടിയുടെ റേഞ്ചും കിട്ടി. എന്നിട്ട് നമ്മൾ എഫ് ഇൻ ടേംസ് ഓഫ് ദി പാരാമീറ്റർ ടിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. മോഡുലസ് ഓഫ് V1 ബാർ ഓഫ് ടി കണ്ടുപിടിച്ചിട്ട് ഇൻ്റഗ്രൽ 0 to ടിയുടെ റേഞ്ചാണ് ഇൻ്റഗ്രൽ 0 to 1 എഫ് ഓഫ് എക്സ് വൈ സെഡിന് പകരം നമ്മൾ എഫ് ഓഫ് ടിയുടെ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തു. ഡി എസിന് പകരം മോഡുലസ് ഓഫ് V1 ബാർ ഓഫ് ടി ഡി ടിന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രൽ ഓവർ C1 എഫ് ഓഫ് ടി ടി 0 മോഡുലസ് ഓഫ് V1 ബാർ ഓഫ് ടി ഡി ടിന്ന് കിട്ടി. എഫ് ഓഫ് ഇനി നമുക്കിനി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം ഇൻ്റഗ്രൽ 0 to 1 നമ്മുടെ എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറയുന്നത് എന്തായിരുന്നു? എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറയുന്നത് സൈഡ് നോക്കിയാൽ മതി. എഫ് ഓഫ് എക്സ് വൈ ഇസഡ് എന്ന് പറയുന്നത് എക്സ് മൈനസ് 3y² പ്ലസ് ഇസഡാണ്. അപ്പോൾ എഫ് ഓഫ് ടി ടി 0 എന്ന് പറയുമ്പോൾ അത് ടി മൈനസ് 3t². മോഡുലസ് ഓഫ് V1 ബാർ ഓഫ് ടി എന്ന് പറയുന്നത് √2 വരും. അപ്പം അത് √2 ഡി ടി. ചെയ്ത കാര്യം ഒന്നും കൂടെ പറയാം. നമ്മൾ എഫ് ഓഫ് ടി ടി 0 ഇൻറ്റു മോഡുലസ് ഓഫ് V1 ബാർ ഓഫ് ടി ഡി ടി ആണ് ചെയ്യേണ്ടത്. മോഡുലസ് ഓഫ് V1 ബാർ ഓഫ് ടി എന്ന് പറയുന്നത് √2 ആണ്.
അപ്പം എഫ് ഓഫ് ടി ടി 0 എന്ന് പറയുമ്പോൾ ഇവിടെ എക്സിന് ടി, വൈക്ക് ടി, ഇസഡിന് 0. അപ്പോൾ അത് ടി മൈനസ് 3t² പ്ലസ് 0. അപ്പോൾ അത് ഇൻ്റഗ്രൽ 0 to 1 ടി മൈനസ് 3t² ഇൻറ്റു √2 dt എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു t²/2 മൈനസ് 3t³ 3. റേഞ്ച് 0 to 1. √2 കോൺസ്റ്റൻ്റ് ആണ്. വൺ ബൈ ടു, 3യും 3യും ക്യാൻസൽ ചെയ്ത് 3, 1/2 മൈനസ് 1. അടുത്തത് 0 ആണ്. ഇൻറ്റു √2 വരും. 1/2 മൈനസ് 1 എന്ന് പറയുമ്പോൾ -1/2 ഇൻറ്റു √2. അപ്പോൾ അത് -√2/2. ഇതിനെ ഇക്വേഷൻ 2 എന്ന് എടുക്കുക. -√2/2 ഇക്വേഷൻ 2. ഇനി നമുക്ക് C2 കൺസിഡർ ചെയ്യാം. C2 ഈസ് ദ ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് 110 to 111. C2 ഈസ് ദ ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് 110 to 111. അപ്പോൾ ഇവിടെ നമുക്ക് സത്യത്തിൽ മറ്റേ ഇക്വേഷൻ x മൈനസ് x1/x2 മൈനസ് x1 എന്നുള്ള ഫോർമുല ഇല്ലെങ്കിൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം എന്താ, ഇവിടെ എക്സും വൈയും കോൺസ്റ്റൻ്റാണ്. ഇവിടെ x = 1, y = 1. എപ്പോഴും എക്സും വൈയും 1 ആണ്. ഇസഡ് മാത്രമേ വേരി ചെയ്യുന്നുള്ളൂ. ഇസഡ് നമുക്ക് ടി എന്നെടുത്താൽ ടി വേരീസ് ഫ്രം 0 to 1 എന്ന് എടുക്കാം. ഇനി നിങ്ങൾക്ക് ഇത് ഡയറക്റ്റായിട്ട് എടുക്കാൻ മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് മുമ്പത്തെ പോലെ തന്നെ x - 1/1 - 1 ഈക്വൽ ടു y - 1/1 - 1 ഇസ് ഈക്വൽ ടു z - 0 ഡിവൈഡഡ് ബൈ 1 - 0. അപ്പോൾ നമുക്ക് x/0 y/0 z ഇസ് ഈക്വൽ ടു ടി, z/1 ഇസ് ഈക്വൽ ടു ടി. അതിൽ നിന്ന് z ഈക്വൽ ടു ടി, x = 1, x - 1 ഇപ്പോൾ നമ്മൾ ഇങ്ങനെയാണ്. ഇതിപ്പോൾ ഞാൻ ഡയറക്റ്റായിട്ട് എഴുതിയതാണ്. എക്സും വൈയും കോൺസ്റ്റൻറ്റ്, ടി ഇസഡ് മാത്രം വേരിയബിളായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഞാനിവിടെ x = 1, y = 1, z is equal to 0 to t വേരി ചെയ്യുന്നതുകൊണ്ട് z equal to t എന്ന് കൊടുത്തു. അതല്ലാതെ ഫോർമുല വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് x - 1, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? x - 1/0 y - 1/0 z/1 is equal to t. അപ്പോൾ x - 1 = 0. നമ്മൾ ഈ 0 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x - 1 = 0, y - 1 = 0, z is equal to t എന്ന് കിട്ടും. അതിൽ നിന്ന് x = 1, y = 1, z is equal to t എന്ന് വരും. x = 1, y = 1, z is equal to t. എന്നിട്ട് ടിയുടെ റേഞ്ച് ഇസഡിൻ്റെ റേഞ്ച് തന്നെയാണ് വരുന്നത് 0 to 1. അപ്പം നമുക്ക് പാരാമെട്രൈസേഷൻ കിട്ടി. therefore C2 R2 എന്ന് പറയുന്നത് ദ പൊസിഷൻ വെക്റ്റർ ഓഫ് ദ കർവ് C2 ഈസ് x1 y1 z t. അപ്പോൾ 1i + 1j + tk 0 < t < 1. മോഡുലസ് ഓഫ് V2 ഓഫ് t എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 0i + 0j + k. മോഡുലസ് ഓഫ് V2 ഓഫ് t എന്ന് പറയുന്നത് 0 + 0 + 1 = 1. therefore integral over C2 f of x y z ds is equal to integral 0 to 1 f of x എന്ന് പറയുന്ന 1, y എന്ന് പറയുന്നത് 1, z is equal to t. മോഡുലസ് ഓഫ് V2 ഓഫ് t dt. which is equal to integral 0 to 1. നമ്മുടെ f of x y z എന്ന് പറയുന്നത് എന്തായിരുന്നു? x - 3y² + z. അപ്പോൾ നമ്മൾ എക്സിനും വൈക്കും 1 കൊടുക്കുവാണെങ്കിൽ അത് 1 മൈനസ് വൈക്ക് 1 കൊടുക്കുമ്പം 3 വരും, പ്ലസ് ഇസഡിന് നമ്മൾ എന്താ t കൊടുക്കണം. 1 - 3 + t ഇൻറ്റു മോഡുലസ് ഓഫ് V2 ഓഫ് t എന്ന് പറയുന്ന 1 dt എന്ന് വരും. ചെയ്ത് ക്ലിയർ ആണെന്നല്ലേ? നമ്മൾ ചെയ്ത് ഇത്രേ ഉള്ളൂ. ഇൻ്റഗ്രൽ ഓവർ ദ സെക്കൻഡ് കർവ് ചെയ്യാൻ വേണ്ടി ആ സെക്കൻഡ് കർവിൻ്റെ പാരാമെട്രൈസേഷൻ കണ്ടുപിടിച്ചു. സെക്കൻഡ് കർവിൻ്റെ പാരാമെട്രൈസേഷൻ കണ്ടുപിടിച്ചിട്ട് നമ്മൾ f of x y z ds
എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ഡി എസ് ചെയ്യുന്നതിന് നമ്മൾ റേഞ്ച് ടിയുടെ റേഞ്ച് കൊടുത്തു. എന്നിട്ട് എക്സിനും വൈക്കും ഇസഡിനും പകരം ആ പാരാമെട്രിക് ഇക്വേഷനകത്ത് എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും വാല്യൂ കൊടുത്തു. ഇവിടെ എക്സ് 1 വൈ 1 ഇസഡ് ടി ആണ്. എന്നിട്ട് മോഡുലസ് ഓഫ് V2 ഓഫ് ടി, മോഡുലസ് ഓഫ് V2 ഓഫ് ടി എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഇത് എഫ് ഓഫ് 1 t 1 dt എന്ന് വരും. ഇനി എഫ് ഓഫ് എക്സ് വൈ ഇസഡിൻ്റെ അകത്ത് എക്സിനും വൈക്കും 1 കൊടുക്കുമ്പോൾ അത് 1 - 3 + t എന്ന് വരും ഇൻറ്റു 1 dt. അപ്പോൾ അതെന്ത് വരും? ഇൻ്റഗ്രൽ 0 to 1 - 2 + t dt എന്ന് വരും. ഇനി അത് സാധാരണ ഇൻറ്റഗ്രേഷൻ ചെയ്യുന്ന പോലെ ചെയ്യാം. -2നെ ചെയ്യുമ്പോൾ -2t, ടിയെ ചെയ്യുമ്പോൾ t²/2 റേഞ്ച് 0 to 1 വിച്ച് ഈസ് ഈക്വൽ ടു -2 + 1/2. 0 കൊടുക്കുമ്പോൾ 0 ആണ്, അപ്പം -0. അപ്പം -2 + 1/2 എന്ന് പറയുമ്പോൾ -3/2. ഇതിനെ ഇക്വേഷൻ 3 എന്ന് എടുക്കാം. ഇക്വേഷൻ 3. Therefore, from 1, 2 and 3, from 1, 2 and 3, integral over c f ds is equal to integral over c1 f dx plus integral over c2 f ds. ഇതാണ് ഇക്വേഷൻ 1. ഇക്വേഷൻ 2ൽ ഇൻ്റഗ്രൽ ഓവർ c1ൻ്റെ വാല്യൂ നമ്മൾ -√2/2 എന്ന് എടുത്തിട്ടുണ്ട്. ഇവിടെ അത് -3/2 ആണ്. So this is equal to -1/2 into √2 + 3, -1/2 into √2 + 3 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ നമ്മൾ അഡിറ്റിവിറ്റി തിയറമാണ് യൂസ് ചെയ്യുന്നത്. 2 കേർവായിരുന്നു. സി എന്നുള്ളത് ആക്ച്വലി 2 കേർവുകളുടെ യൂണിയനായിരുന്നു. അപ്പോൾ നമ്മളതിനെ ഇൻ്റഗ്രൽ ഓവർ c1 + ഇൻ്റഗ്രൽ ഓവർ c2 എന്ന് രണ്ടായിട്ട് എടുത്തിട്ട് അത് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്കിവിടെ റിസൾട്ട് കിട്ടിയത്. ഇനി നിങ്ങളൊന്ന് തിരിച്ചു നോക്കിയേ, നമ്മൾ ആദ്യം ചെയ്ത പ്രോബ്ലം, നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ചെയ്ത പ്രോബ്ലം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവിടെ നമ്മൾ ചെയ്തിരുന്നത് ഇതേ സെയിം ഫംഗ്ഷൻ അല്ലായിരുന്നു നോക്കിയേ. നമ്മുടെ എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ഇൻ്റഗ്രേറ്റ് എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ഈക്വൽ ടു നമ്മുടെ സെയിം ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ഈക്വൽ ടു എക്സ് - 3y² + z ഫ്രം 0, 0, 0 to 1, 1, 1 എന്നായിരുന്നു തന്നിരുന്നത്. ഓവർ ദ ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് ഒറിജിൻ ടു 1, 1, 1. അപ്പോൾ ഡയറക്റ്റായിട്ട് അവിടെ നമ്മൾ ഡയറക്റ്റായിട്ട് 0യിൽ നിന്ന് 1, 1, 1 ലൈൻ സെഗ്മെൻറ്റ് എടുത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്തപ്പോൾ നമുക്കവിടെ ആൻസർ 0 ഈ സെയിം ഫംഗ്ഷന് നമുക്ക് 0 കിട്ടിയത്. പക്ഷേ രണ്ടാമത്തെ പ്രോബ്ലത്തിൽ നമ്മൾ എന്താ ചെയ്തത്? 0, 0യിൽ നിന്ന് നമ്മൾ ആദ്യം ഇങ്ങോട്ട് പോയി, ഈ ഒരു പോയിന്റിൽ നിന്ന് നേരെ ഈ 1, 1, 1 പോയി. അപ്പോൾ ആക്ച്വലി ഇതെന്താണ്? 0, 0, 0യിൽ നിന്ന് 1, 1, 1 തന്നെയുള്ളൊരു പാത്തായിരുന്നു. പക്ഷേ ആദ്യത്തെ പാത്ത് ഡയറക്റ്റ് ആയിട്ടൊരു ലൈൻ സെഗ്മെൻറ്റും ആയിരുന്നു. ഇവിടെ 2 ലൈൻ സെഗ്മെൻറ്റുകൾ യൂണിയനായിട്ടാണ് രണ്ടാമത്തേത് വന്നത്. അപ്പോൾ രണ്ടിടത്തും ആദ്യത്തേൻ്റെ ആൻസർ നമുക്ക് 0 കിട്ടി, രണ്ടാമത്തെ ആൻസർ നമുക്ക് -3 -√2/2 ആണ്. അപ്പോൾ രണ്ടിൻ്റെയും ആൻസർ എൻറ്റയർലി ഡിഫറെൻ്റ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഇൻ്റഗ്രലിൽ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് മാറും. എൻ പോയിൻറ്റിനെ മാത്രമല്ല ഇവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. എൻ പോയിൻ്റ് എന്ന് പറയുമ്പോൾ അത് സെയിം ആയിരുന്നു. ഇതിൻ്റെ എൻ പോയിൻ്റ് എന്ന് പറയുന്നത് 0, 0, 0 തൊട്ട് 1, 1, 1 വരെയാണ്. ഇതിൻ്റെ എൻ പോയിൻറ്റ് 0, 0, 0 തൊട്ട് 1, 1, 1 വരെയാണ്. പക്ഷേ രണ്ട് പാത്തായിരുന്നു. അപ്പോൾ നമുക്ക് ആൻസറും 2 കിട്ടിയത്. അപ്പോൾ ഇവിടെ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇൻ്റഗ്രേഷൻ്റെ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് അതിൻ്റെ വാല്യൂസ് മാറിക്കൊണ്ടിരിക്കും. പാത്ത് ഡിപ്പെൻഡൻ്റ് ആവാനുള്ള കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അത് നമ്മൾ പിന്നെ കാണും. ഒരു സെക്ഷനും കൂടെ കഴിയുമ്പോൾ നമ്മളത് കാണും. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് ഇവിടെ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്.